ഹലോ ഗായ്സ്, വെൽക്കം ടു ആർച്ചിസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ, എല്ലാവർക്കും അഫോർഡബിൾ ആണ്. അതുകൂടാണ്ട് എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിഗ് കാര്യങ്ങളൊന്നുമല്ല ചെയ്യണം. ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് മേ ബി ഞാൻ തലേദിവസം ഫ്ലെക്സീഡും ഷിയാസീഡും ഇട്ട് വെച്ച വെള്ളമായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ മറന്നു പോയാൽ ഞാൻ നോർമൽ വാട്ടർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് വോം വാട്ടർ ആണെങ്കിൽ അത്രയ്ക്കും നല്ലത്. ഇവിടെ തണുപ്പായ കാരണം വോം വാട്ടറാണ് കുടിക്കാറ്. അല്ലെങ്കിൽ ഞാൻ നോർമൽ ഒരു വാട്ടർ കുടിക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ്റൂം പോയിട്ട് പല്ലൊക്കെ തേച്ച് ലൈക്ക് ബ്രഷിങ് യുവർ ടീത്ത്. ആഫ്റ്റർ ദാറ്റ് ക്ലീൻ മൈ ഫേസ്. ഓക്കെ, രാത്രി നമ്മൾ എന്താ വെച്ചാൽ അത്ര വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാണ്ടാണല്ലോ എല്ലാവരും കിടക്കുക. അപ്പോൾ അത്ര വലിയ ഹാർഷ് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഓക്കെ, അല്ലെങ്കിലും പറയാം, ലൈക്ക് അക്കോർഡിംഗ് ടു ഡെർമറ്റോളജിസ്റ്റ് ലൈക്ക് ഇത് പറയും, നമ്മൾ ഫേസിൽ എപ്പോഴും ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓക്കെ, കുറേ സാധിക്കും. മീൻസ് നിങ്ങൾ അത്ര ആക്റ്റീവ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണമെങ്കിൽ നോർമൽ ഒരു വോം വാട്ടറോട് ഫേസ് വാഷ് ചെയ്താലും മതി. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഫേസ് കഴുകിയാലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്. ഞാനിപ്പോൾ ഇവിടെ സിറാവേ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ് റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് ഭയങ്കര നല്ലതാണ്. എൻ്റെ ഫേസിനൊന്നും ഡ്രൈ ചെയ്യാറില്ല. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമുക്ക് വില കുറഞ്ഞ ഫേസ് വാഷ് എന്ന സിമ്പിളുടെ ഫേസ് വാഷ് ഉണ്ട്, അതും അടിപൊളിയാണ്. അത് ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു അറൗണ്ട് 3-4 ട്യൂബ്സ് ഞാൻ തീർത്തിട്ടുണ്ട്. മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ഓക്കെ, അത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം പാഡ് ഡ്രൈ ചെയ്യും. പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യണത് ഒരു സിറമാണ്. ഓക്കെ, അത് വേറെ ഒന്നുമല്ല, വിറ്റമിൻ സി, ആൽഫ ആർബിറ്റ്യൂൻ ആൻഡ് വിറ്റമിൻ സിയുടെ സിറം. ഓക്കെ, ഇപ്പോൾ വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യണത് പിൽഗ്രിമിൻ്റെ ആണ് ഇപ്പോൾ യൂസ് ചെയ്യണത് റീസെൻ്റ്ലി. ഞാൻ കുറേ ബ്രാൻഡ്സ് വേറെ മുമ്പും യൂസ് ചെയ്തിട്ടുണ്ട്. മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഓർഡിനറിയുടെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഡോട്ട് ആൻഡ് കീ, കുറേ ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഇത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് പിൽഗ്രിമിൻ്റെ ആൽഫ ആർബിറ്റ്യൂൻ ആൻഡ് വിറ്റമിൻ സി സിറം, വിച്ച് ഈസ് എ ബ്രൈറ്റനിങ് സിറം. ഇങ്ങനെ പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഓൾ സ്കിൻ ടൈപ്സ് ആണ്. പിൽഗ്രിം ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ കൊറിയൻ ബ്രാൻഡിൻ്റെയാണ്. നല്ലതാണ് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഒരു വൈറ്റ് കളർ ലിക്വിഡാണ്. ഓക്കെ, ഞാൻ അത് കുറച്ച് കയ്യിലേക്ക് എടുക്കാം. ഒരു 2 to 3 ഡ്രോപ്സ് ഇട്ടാൽ അത് മതിയായിരിക്കും നമ്മളുടെ ഫേസിന് വേണ്ടിയിട്ട്. ജസ്റ്റ് മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. ക്വിക്ക്ലി നമ്മുടെ ഫേസിൽ ഇത് ഒബ്സർവ് ആവും. ഓക്കെ, ഇത് ഒബ്സർവ് ആയതിന് ശേഷം നെക്സ്റ്റ് സിറം എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നും യൂസ് ചെയ്യാറില്ല. ഇൻ കേസ് ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ ആയ കാരണം പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഡ്രൈ ആവണ കാരണം മാത്രം ഞാൻ യൂസ് ചെയ്യണതാണ് സിമ്പിളുടെ ഹൈൽറോണിക് ആസിഡ് സിറം, വിച്ച് ഇസ് 3% ഹൈൽറോണിക് ആസിഡ് ഉണ്ട്. ഇതൊരു ബൂസ്റ്റർ സിറമാണ്. പ്ലസ് B5 ഉണ്ട് ഇതിൽ. ഹൈൽറോണിക് ആസിഡ് പ്ലസ് B5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ചില സമയത്ത് യൂസ് ചെയ്യാറുള്ളൂ. മോസ്റ്റ്ലി ഓൺ നൈറ്റ് ടൈംസ് ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിൻ്റർ ആയ കാരണം നമുക്ക് നമ്മുടെ ഫേസിലത്തെ മോയ്സ്ചർ പെട്ടെന്ന് പോകും. ഇതിൻ്റെ ഒരു ലൈക്ക് സ്ട്രക്ചർ ഇത് കണ്ട ഇതിൽ ഒരു ലിക്വിഡിയാണ്, ലിക്വിഡും മിൽക്കി വൈറ്റ് കളറിൽ. ഓക്കെ, അതൊരു 2 to 3 ഡ്രോപ്സ് എടുക്കും. ജസ്റ്റ് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. വ്യത്യാസം മനസ്സിലാവുണ്ടോ? നല്ലൊരു ഷൈനൊക്കെ വന്നുകൊണ്ടാ. ഓക്കെ, ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണതാണ് നമ്മുടെ കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസൻസ്. ഓക്കെ, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, എല്ലാവരും യൂസ് ചെയ്യണതാണ്. എൻ്റെ ഇത് സെക്കൻഡ് ബോട്ടിലാണ് ഗൈസ്. ഇതിന് മുമ്പ് ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നാട്ടിലായപ്പോൾ തന്നെ തീർന്നു. ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ പർച്ചേസ് ചെയ്തതാണ്. സെക്കൻഡ് ബോട്ടിലാണ്. ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫോർമുല. ജസ്റ്റ് ഒരു പമ്പ് എടുക്കുക. ഒരു പമ്പിന് ഇനഫാണ് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട്. അത് നല്ല ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നാവും യൂസ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് ഡയറക്റ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്യും. ബട്ട് ഇപ്പോൾ വിൻ്ററൊക്കെ ആയ കാരണം നമ്മുടെ ഫേസൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവണ കാരണം ഞാനിപ്പോൾ സിറാവേരെ മോയ്സ്ചറൈസിങ് ലോഷനും യൂസ് ചെയ്യുന്നുണ്ട്.
സിരാവെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് നമ്മൾ ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യാൻ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ മേടിക്കാം. സിറാവയല്ല സോറി, സെറാമൈഡ്സ് കൺസിസ്റ്റ് ചെയ്യണ ഏതെങ്കിലും മോയ്സ്ചറൈസർ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഇതിൽ എഴുതിയെന്നുള്ളൂ. പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കോമ്പിനേഷനും ഓയിലി സ്കിന്നാണ്. സ്റ്റിൽ ഇറ്റ്സ് വർക്കിംഗ് ഫോർ മീ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിറാമൈഡ്സ് ഇൻക്ലൂഡ് ചെയ്യണത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എർത്ത് റിതമിൻ്റെ കിട്ടും, ഡോട്ട് ആൻഡ് കീര ഉണ്ട്, ഡോക്ടർ സേത്തിൻ്റെ ലൈക്ക് മോയ്സ്ചറൈസർ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഏതൊരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറ്. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഷൻ, നമ്മുടെ ലോഷൻ്റെ പോലെ തന്നെ ഇങ്ങനെ ഒഴുകിയൊന്നും പോകത്തില്ല, എന്നാലും ലോഷനാണ്. ജസ്റ്റ് അത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അത് തന്നെ കണ്ണിൻ്റെ താഴെ കുറച്ച് യൂസ് ചെയ്യും കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവില്ലേ. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, കഴുത്തിൽ അപ്ലൈ ചെയ്യണം ഗൈസ്, അങ്ങനെയാണ് പറയാം. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ മറന്നുപോയി. സാധാരണ ഞാൻ ചെയ്യാറുണ്ട്. കഴുത്തിലും ചെവിയിലൊക്കെ ചെയ്യണത് നല്ലതാണ്. ഓക്കെ, ഡിഫറൻസ് കാണുന്നുണ്ടോ എൻ്റെ ഫേസിൽ? സീ ദ ഗ്ലോ. ഓക്കെ, സോ ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇപ്പം ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയ കാരണം പിന്നെ ഇവിടെ കാണുന്നുണ്ടോ അത്ര വെയിലൊന്നും ഇല്ല. ഇവിടെ സണ്ണൊക്കെ വളരെ വളരെ കുറവാണ് നമുക്ക് വെയിലൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാം. നോർമലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫേസിൽ വേറെ ഒരു അൾട്രാവയലറ്റ് റേസ് ഇതൊന്നും വന്ന് ലൈക്ക് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ടാനിങ് ഉണ്ടാവില്ല, ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആക്വാലോജിക്കാരെ സൺസ്ക്രീൻ ആണ്. ഇതിൽ വിറ്റമിൻ സി ഉണ്ട്, പിന്നെ പപ്പായ എക്സ്ട്രാക്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൂടാണ്ട് ഇത് SPF 50+, PA4+ ഉണ്ട്, PA4+, പിന്നെ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് ഇതിൽ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മീൻസ് ഇന്ത്യയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ലൈക്ക് കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ത്യയിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയും നല്ല സൺറൈസും സണ്ണിൻ്റെ നല്ലൊരു ഇഫക്റ്റ് കിട്ടുന്നതാണ് നമുക്ക് നാട്ടിലൊക്കെ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഉള്ളിലാണെങ്കിൽ പോലും യു ഹാവ് ടു യൂസ് ദ സൺസ്ക്രീൻ. അതും SPF 50 ഉള്ളത് തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ശരിക്കും ഗൈസ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ സൺസ്ക്രീനിങ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളോട് പറയാം, ഇത് നമ്മുടെ 2 ഫിംഗർ റൂൾ. ഓക്കെ, ഫോർ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൻ്റെ ഏരിയ അനുസരിച്ചിട്ട് എടുത്തോട്ടെ. 2 ഫിംഗർ റൂൾ തന്നെ ആണെന്ന് ഞാൻ പറയാറില്ല. ചിലരുടെ കുഞ്ഞു മുഖമായിരിക്കും, ചിലരുടെ വലിയ മുഖമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കുക. ഫേസിൽ മൊത്തത്തിൽ ആവണ രീതിയിൽ അപ്ലൈ ചെയ്യാം സൺസ്ക്രീൻ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഹൈഡ്രോണിക് ആസിഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഹൈഡ്രോണിക് ആസിഡൊക്കെ ഓപ്ഷണലാണ്. അത് അത്ര എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പോൾ നോർമൽ ഒരു സ്കിന്നാണ്, കുറേ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ഫേസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു നിയാസിനമൈഡ് സിറമോ അല്ലെങ്കിൽ വിറ്റമിൻ സി സിറം ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സിറമൊക്കെ യൂസ് ചെയ്താൽ മതി. എനിക്ക് മീൻസ് പാച്ച് ടെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ ചെയ്യണേക്കാളും മുമ്പ്. എല്ലാവരുടെ സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പാച്ച് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ആരാണെങ്കിലും. പക്ഷേ എനിക്ക് തോന്നുന്നു വിറ്റാമിൻ സി സിറം ഇങ്ങനത്തെ നല്ലൊരു ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു വിറ്റാമിൻ സി ഭയങ്കര കാശുള്ളതല്ല, കാരണം നമ്മളിത് ഡെയിലി യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ട് ഒരു 200, 300 അല്ലെങ്കിൽ 400 റേഞ്ചിലുള്ള ഏതെങ്കിലും വിറ്റാമിൻ സി യൂസ് ചെയ്യുക. അതിൽ കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ച് നോക്കിയോളൂ. ഒരു 20% മീൻസ് ഹൈ കോൺസെൻട്രേഷൻ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഒരു 10% അങ്ങനെ 10 ഒക്കെ മതി, ധാരാളമാണ്. അത്രയ്ക്ക് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഒരിക്കലും മറക്കരുത്, മോയ്സ്ചറൈസറും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ബാക്കിയൊക്കെ സ്നെയിൽ മ്യൂസൻസ് എസൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ ഒക്കെ മതി. എൻ്റെ ഒക്കെ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയ കാരണമാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ
അതൊന്നും അത്ര മസ്റ്റായിട്ടുള്ള ഒരു കാര്യമില്ല. മസ്റ്റായിട്ടുള്ളത് നമുക്ക് മെയിനായിട്ട് എന്തുട്ടാന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സിറം യൂസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഗുഡ് മോയ്സ്ചറൈസർ ആൻഡ് ദെൻ സൺസ്ക്രീൻ. ഈ 4 കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന് മേളിൽ നിങ്ങൾ എന്ത് മേക്കപ്പ് ഇട്ടോ ഒരു കുഴപ്പമില്ല. ഓക്കെ. അതുകൂടാണ്ട് സൺസ്ക്രീനിൽ ഇങ്ങനെ പറയുന്നുള്ള എവറി 2 ഹവർ ആകുമ്പോൾ ലൈക്ക് റീഅപ്ലൈ ചെയ്യണമെന്ന്. പോസിബിൾ ആണെങ്കിൽ അങ്ങനെ റീഅപ്ലൈ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ്സ് ഉറപ്പായിട്ടും കിട്ടും. ലൈക്ക് ഐ ഡോണ്ട് നോ എല്ലാവർക്കും അങ്ങനെ അത്ര പോസിബിൾ ആണോ എന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലത്. ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കാണിച്ചൊന്നും സ്പോൺസേർഡ് അല്ല, വെറുതെ ഞാൻ യൂസ് ചെയ്യണ പ്രൊഡക്ട്സ് ആണ്. ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള മേക്കപ്പ് റൂട്ടീൻ എന്തെങ്കിലും അതിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സീ യു.